അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് റസൂലിന് 3 കാര്യങ്ങളാണ് നേരിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ജിബ്രീൽ എന്ന മലക്ക് മുഖേനയാണ് കൊടുത്തത്. പക്ഷെ 3 കാര്യങ്ങൾ അല്ലാഹു തആല നേരിട്ട് മുത്ത് റസൂലിന് കൊടുത്തതാണ്. ആ 3 കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഓതാറുണ്ട് ആമന റസൂലു. ആ ആയത്തുകൾ അതെന്തിനാണ് നമ്മൾ ഓതുന്നത്? ആ ആയത്തിനെ പറ്റി മുത്ത് റസൂൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കേട്ടാൽ നമുക്ക് അത്ഭുതമാകും. കാരണം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ആയത്ത് മുറുകെ പിടിച്ചാൽ മതി. അപ്പൊ ഇൻഷാ അല്ലാഹ് ആമന റസൂലു അത് എങ്ങനെയാണ് ഓതേണ്ടത്, അത് ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ആമന റസൂലു അത് ആത്മാർത്ഥമായി ഓതുകയാണെങ്കിൽ അന്നത്തെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവന് കിട്ടുന്നത് പോലോത്ത ഒരു പ്രതിഫലം അള്ളാഹു നൽകും എന്ന് നമുക്ക് ഇതിന്റെ തഫ്സീറുകളിൽ കാണാം. ഒരു സ്വഹാബി നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, താങ്കൾക്ക് ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആയത്ത് ഏതാണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, അത് വിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളാണ്. മഹാനായ അലിയാർ തങ്ങൾ ചോദിക്കുന്നുണ്ട്, നബിയേ, ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്, എങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ്, അലിയേ, ആമന റസൂലു നീ ഓതാൻ വിട്ടുപോകരുതേ, എങ്കിൽ ഈമാനോടുകൂടിയുള്ള മരണം നിനക്ക് കിട്ടുന്നതാണ്. എത്രയെത്രയോ പ്രതിഫലങ്ങളാണ് ഈ ആമന റസൂലു എന്ന ഈ 2 ആയത്ത് ഓതിയാൽ കിട്ടുന്നത്. നമുക്ക് കിതാബുകളിൽ കാണാം ഏകദേശം 10-25ഓളം മഹത്വങ്ങൾ ഇതിന് മഹത്വക്കൾ എണ്ണി പറയുന്നുണ്ട്.